എക്സലൻറ്റ് എജു അക്കാഡമിയുടെ PSC കോച്ചിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചു. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മളിപ്പോഴും ആക്ച്വലി പ്രോബ്ലത്തിലേക്ക് വന്നിട്ടില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ച് മാത്രമേ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ അടുത്ത ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സംടൈംസ് ഇത് പ്രോബ്ലം ആയിട്ടും തന്നെ ചോദിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഓടിക്കരുക. അപ്പോൾ 25%-ൻ്റെ 25%. അപ്പോൾ നമുക്കറിയാം, ഇവിടെ 25% എന്ന് പറഞ്ഞാൽ കാൽ ഭാഗമാണ്, 4/1. ഇന്ത്യയിൽ നിന്ന് നിങ്ങളുടെ കണ്ടതുകൊണ്ട് ഇൻറ്റു ഇടുക. വീണ്ടും 25% എങ്കിൽ 4/1 എഴുതുക. 4/1 × 4/1 1 × 1 1 4 × 4 16. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 16/1 കിട്ടും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും 25%-ൻ്റെ 25% എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക 16/1. ഇനി നോക്കി 50%-ൻ്റെ 50%. 50%-ൻ്റെ 50% എങ്ങനെ എഴുതും? 2/1. എൻ്റെ കൂടെ പറ, നിങ്ങളുടെ മനസ്സിലുണ്ട് 2/1 × 2/1. കാരണം എന്താ? 50% എന്ന് പറഞ്ഞാൽ അരഭാഗമാണ്, 2/1. 1 × 1 1 ഡിവൈഡ് ബൈ 2 × 2 4. പരിപാടി ഓക്കെ ആയി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 100%-ൻ്റെ 100%. 100%-ൻ്റെ 100% എന്ന് പറഞ്ഞാൽ എന്തുവാ? 100% എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു വീണ്ടും 100% പറഞ്ഞാൽ 1 1 × 1 1. അവിടെ നിൽക്കട്ടെ, പരിപാടി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലായി തരാം ഞാൻ. എടാ 100% എന്ന് പറഞ്ഞാൽ ഫുള്ള് അത് തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു എക്സാം എഴുതിയെന്ന് വെച്ചോ, 50 മാർക്കിൻ്റെ ഒരു എക്സാം എഴുതിയെന്ന് വെച്ചോ. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന സാറ്, അത് ആരോ ആയിക്കോട്ടെ, പുള്ളിക്കാരൻ പറഞ്ഞു 100% മാർക്ക് നിനക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ നിനക്ക് 50 മാർക്കും കിട്ടിയെന്നർത്ഥം. ശരിയല്ലേ? അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ കയ്യിലുള്ളത് മൊത്തവും. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ ഫുൾ വാല്യൂയാണ്. ഈ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒന്നായിട്ട് കണക്കെടുക്കുന്നു. ഒരെണ്ണം കംപ്ലീറ്റ്. ഒന്ന് ആലോചിക്കുക, ഒരു കേക്ക് എടുത്തിട്ട് നമ്മളതിൻ്റെ 100% തിന്നുമ്പോൾ നമ്മൾ ഒരു കേക്ക് മൊത്തം തിന്നു എന്ന് പറയും. അപ്പോൾ 100 എന്ന് പറയും, 100% എപ്പോഴും നമ്മൾ 1 എന്ന് മനസ്സ് വിചാരിക്കുക. അപ്പോൾ 100% 1 ഇൻറ്റു വീണ്ടും 100% 1 1 × 1 1. 50% 1-ൻ്റെ പകുതി. 100%-ൻ്റെ പകുതിയാണല്ലോ 50%. അപ്പോൾ 1-ൻ്റെ പകുതിയാണല്ലോ അര. അതാണ് ഈ അര. അര ഇൻറ്റു അര കാല്. കണ്ടോ? ഇവിടെ 25%-ൻ്റെ 20% എത്ര? 4/1 × 4/1 16/1. ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 20%-ൻ്റെ 30%. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 20/100 ഇൻറ്റു 30/100. ഇവിടെ എന്തിനായി 100 എന്നൊക്കെ ഇട്ടോ? ഇവിടെ ഒന്നും 100 ഇട്ടില്ലല്ലോ. അതിന് കാരണം വേറൊന്നുമല്ല, ഈ 25% 4/1 ആണെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അറിയാം. 50% 2/1 ആണെന്നും നമുക്കറിയാം. പക്ഷെ അതേപോലെ 20% നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതി 20/100 × 30/100. വെട്ടാം. ഏതൊക്കെ വെട്ടാം? ഈ 2 0 ഈ 2 0 വെട്ടി. ബാക്കി എത്ര വരും? 2 × 3 6 6/100. നമുക്കിതിനെ വീണ്ടും വെട്ടാം. 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 3 ഇവിടെ 50. സോ നമുക്ക് ആൻസർ 50/3 എന്ന് കിട്ടുമ്പോൾ ആൻസർ പരിപാടി ഇവിടെ കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇങ്ങനെയൊക്കെയാണത് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് 1-2 ചോദ്യങ്ങൾ, ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ഞാനിവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ചോദിച്ചിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഇത് ചെയ്യാൻ പോകുന്നതാണ് നോക്കുന്നത്. ഓക്കെ, 400-ൻ്റെ 10%-ൻ്റെ 10%. 400-ൻ്റെ 10%-ൻ്റെ 10%. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നോർമൽ മെത്തേഡ്, പിന്നെ എൻ്റെ മെത്തേഡ്. ഓക്കെ, അത് നമുക്ക് ആദ്യം നോർമൽ മെത്തേഡിലോട്ട് പോകാം. 400-ൻ്റെ 10%-ൻ്റെ 10% നമ്മൾ എങ്ങനെ ചെയ്യും? 400 ഇന്ത്യയെന്ന് കണ്ടാൽ നമ്മൾ ഇൻറ്റു ഇടും. 10%, അപ്പോൾ 10/100. വീണ്ടും ഇന്ത്യയെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇൻറ്റു ഇട്ടു. 10%, 10/100. ഇനി നിങ്ങളുടെ കണ്ണിൽ വെട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരെ എല്ലാം പിടിച്ച് വെട്ടിയേറെ. 2 0 2 0 പോയി. ഈ 2 0 2 0 പോയി. ബാക്കി നമ്മുടെ മുന്നിലുള്ളത് 4. ഓക്കെ,
ഓക്കെ അല്ലേ? അതേപോലെ ഇത് 600-ന്റെ 50%-ന്റെ 10%. അപ്പം ഞാൻ ഇങ്ങനെ എഴുതും, 600-ന്റെ ഇൻഡേന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇൻറ്റു ഇടും, 50%-ന്റെ 50/100 എന്ന് എഴുതും, ഇൻറ്റു 10% 10/100 എന്ന് എഴുതും. കണ്ണേ കണ്ടവന്മാരെല്ലാം ഞാൻ അവിടെ ഇട്ട് വെട്ടും. 2 0 2 0 പോയി, ഈ 2 0 2 0 പോയി, ബാക്കി 6 × 5 30 എന്ന് കിട്ടും. ഇതാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്. ഇനി എൻ്റെ മെത്തേഡ്, ഇത് നമ്മൾ എങ്ങനെ നമുക്കിത് വളരെ സ്പീഡിൽ ചെയ്യാം, ബോർഡിൽ ഒന്നും നോക്കാതെ എങ്ങനെ ചെയ്യുന്നു, ബോർഡിലൊന്നും, അതായത് നമ്മൾ ബോർഡിൽ എഴുതാതെ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും, ക്വസ്റ്റ്യൻ മാത്രം നോക്കിക്കൊണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു വാ. 400-ന്റെ 10%, 400-ന്റെ 10% എന്ന് പറഞ്ഞാൽ പിടിച്ചിങ്ങനെ നോക്കുമ്പോൾ 40 എന്ന് കിട്ടും. ശരിയല്ലേ? മറച്ചു പിടിച്ചാൽ മതി. 10% കണ്ടുപിടിക്കാൻ നമ്മൾ മറച്ചു പിടിക്കും. 400-ന്റെ ഒരു പ്ലേസ് മറച്ചു പിടിച്ചു. 400-ന്റെ 10% 40, വീണ്ടും 10% എടുക്കണം, വീണ്ടും 1 0 പോകണം, ബാക്കി ആൻസർ 4. നമ്മൾ അപ്പം തന്നെ 4 കറുപ്പിച്ചു. പരിപാടി കിടിലമായിട്ടും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നമ്മൾ എന്തോ ചെയ്തേ, 400-ന്റെ 10%-ന്റെ 10% എടുക്കാൻ പറഞ്ഞപ്പോൾ 400-ന്റെ 10% 40, വീണ്ടും അതിൻ്റെ വീണ്ടും 10% 4. പരിപാടി കിടിലമായി. അതേപോലെ ഇതൊന്ന് ചെയ്തേ, 600-ന്റെ 50%, 600-ന്റെ 50%. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോടെ, 50% കണ്ടുപിടിക്കാൻ പകുതി എടുത്താൽ പോരെ? എങ്കിൽ 600-ന്റെ 50%, എൻ്റെ കൂടെ പറഞ്ഞു, 600-ന്റെ 50% 300. ഇത്രയല്ലേ ഉള്ളൂ. 600-ന്റെ 50% 300. ഇനി വീണ്ടും 10% എടുക്കണ്ടേ? 300-ന് 10% കണ്ടുപിടിക്കാൻ വീണ്ടും അവിടെ ഒരു പ്ലേസ് മറച്ചു പിടിക്കും. 300-ന്ന് ഒരു പ്ലേസ് മറച്ചു പിടിച്ചാൽ നമ്മുടെ ആൻസർ 30. ഇത്രയും സിമ്പിളാണ് പരിപാടി. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പേന എടുത്തിട്ടില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പേന എടുക്കും എപ്പോഴാ? കറുപ്പിക്കാൻ നേരത്ത് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് ചുമ്മാ നോക്കി ആൻസർ കറുപ്പിക്കാൻ പറ്റും. എഴുതുന്ന അത്രയും സമയം നമുക്ക് ലാഭം. ആ സമയലാഭം നമുക്ക് വേറെ പല കാര്യങ്ങളിലും പല ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം വരുന്നുണ്ടാവും. കാര്യം വേറൊന്നുമല്ല, ഇതിൽ 0 സംഖ്യ ആയതുകൊണ്ടല്ലേ സാർ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്ത വന്നാൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയും, PSC വളരെയധികം സ്നേഹമുള്ള, നിങ്ങളോട് വളരെ സ്നേഹം കാണിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് അവർക്കില്ല. അതായത് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെ 0 അല്ലാത്ത സംഖ്യകളൊക്കെ കുത്തിക്കയറ്റി ചോദിക്കുകയൊന്നുമില്ല. അങ്ങനെ ചോദിക്കാനാണെങ്കിൽ അവർക്ക് ദശാംശ സംഖ്യകളൊക്കെ കുത്തിക്കയറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. PSCക്ക് വേണ്ടത്, PSC പരീക്ഷ നടത്തുന്നത് കാൽക്കുലേറ്ററുകളെ കണ്ടുപിടിക്കാനല്ല, ഒഫീഷ്യലായിട്ടുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് കോമൺ സെൻസും കാര്യങ്ങളും മതി. അതുകൊണ്ട് തന്നെ അത്തരം ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. നോർമൽ കേസുകളിൽ 0 തൊട്ടുള്ള ക്വസ്റ്റ്യൻസേ വരൂ, അല്ലാതെ വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് മാത്രമേ വരുള്ളൂ. അത്തരം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല. വിട്ടേറെ നമുക്ക് 0-ത്തിലോട്ട് മടങ്ങാം. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുന്നു. 20,000 20,000-ന്റെ 20,000-ന്റെ 10%-ന്റെ 20,000-ന്റെ 10%-ന്റെ 50%-ന്റെ 10%-ന്റെ 50%-ന്റെ 30% എത്ര? 20,000-ന്റെ 10%-ന്റെ 50%-ന്റെ 30% എത്ര? നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിവിടെ എഴുതിയേക്കുന്നത് 20,000-ന്റെ 10%-ന്റെ 50%-ന്റെ 30% എന്നാണ്. ശരിയല്ലേ? 30% എന്നാണ് എഴുതിയത്. നേരത്തെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നേരത്തെ നമുക്ക് 50%-ന്റെ 10% എന്നൊക്കെ ആയിരുന്നു വന്നത്. ശരിയല്ലേ? നേരത്തെ നമുക്ക് വന്നത് 50%-ന്റെ 10% എന്നൊക്കെയാണ് നേരത്തെ വന്നത്. ക്ലിയർ ആണോ പറയുന്നത്? 50%-ന്റെ 10. ഇവിടെ 3 പേര് വരുന്നു. 20,000-ന്റെ 10%-ന്റെ 50%-ന്റെ 30%. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓർഡറിൽ തന്നെ ശതമാനം കണ്ടുപിടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
ഓർഡർ തന്നെ ആദ്യം 10% എടുത്തിട്ട് പിന്നെ 50% എടുത്തിട്ട് പിന്നെ 30% എടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അതെടുക്കാം. എങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറയും എനിക്ക് ആദ്യം എടുക്കാൻ എളുപ്പം 50%. കാരണം 50% എടുക്കാൻ ചുമ്മാ പകുതി എടുത്താൽ മതി. അപ്പം ഞാൻ 20,000-ൻ്റെ 50% ഞാൻ മനസ്സിലെടുക്കും. 20%-ന് 50%, 20%-ന് 50% എന്ന് പറഞ്ഞാൽ പകുതി. 20%-ൻ്റെ പകുതി 10,000, 20,000-ൻ്റെ പകുതി 10,000. 10,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ് മറച്ച് പിടിച്ചാൽ മതി. 10,000-ൻ്റെ 10% 1000. ശരിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ബോർഡിൽ ഒന്ന് നോട്ട് ചെയ്യാം. 20,000-ൻ്റെ 50% എടുക്കുമ്പോൾ 10,000 പകുതി 10,000 ഒന്ന് കിട്ടും. ഇനി 10,000-ഉം 10%. 10,000-ൻ്റെ 10% കണ്ടുപിടിക്കാൻ ഒരു പ്ലേസ് മറച്ചു പിടിക്കുമ്പോൾ നമുക്ക് കിട്ടും 1000. ഇനി വേണ്ടത് ഇതിൻ്റെ 30%. 30% കണ്ടുപിടിക്കാൻ 10% കണ്ടുപിടിച്ചിട്ട് 3 ഇരട്ടി എടുത്താൽ മതി. ഇനി 10% 100, 100-ൻ്റെ 3 ഇരട്ടി, 100-ൻ്റെ 3 ഇരട്ടി 300. ഇനി നമ്മൾ ചെയ്ത ശരിയാണോ എന്നൊന്ന് നോക്കിയിടേ. നിങ്ങളൊന്ന് നോക്കിയേ. 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 50/100 ഇൻറ്റു 30/100. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാളെ. ഇവിടെ ഇതിൽ ആരാദ്യം ഗുണിച്ചാലും പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ % ആദ്യം എടുത്തോളാം. ദാ ഈ 2 0 ഈ 2 0 പോയി, ഈ 2 0 ഈ 2 0 പോയി, ഈ 2 0 ദാ ഈ 2 0 പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? 2 ഉണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. ശരിയല്ലേ? 5 × 2 10, 10 × 3 30, വീണ്ടും ഒരു 0 കൂടെ വരുമ്പോൾ 300 എന്ന് വരും. ഇത് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് ഏകദേശം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് കൊണ്ട് തീരും. നോർമലി ഇതൊരു സ്റ്റുഡൻറ്റ് ചെയ്യുവാണെങ്കിൽ, ഒരു കുട്ടി ചെയ്യുവാണെങ്കിൽ അയാൾ ഒരു 2 മിനിറ്റ് വരെ എടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾ, ഞാൻ ഈ പറഞ്ഞ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 5 സെക്കൻഡ് കൊണ്ട് ഈ പരിപാടി തീർത്തിട്ട് പോകും. 5 സെക്കൻഡിനുള്ളിൽ ഈ പരിപാടി തീർത്തിട്ട് പോകും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്താൽ 20%-ന് 50%, 10,000, 10,000-ൻ്റെ 10%, 1000, 1000-ൻ്റെ 30% കണ്ടുപിടിക്കാൻ 10%, 100, 100-ൻ്റെ 3 ഇരട്ടി 300, പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് സെറ്റ് ആവണം. ഓക്കെ, അടുത്ത 2 കിടിലൻ ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, അടിപൊളി ക്വസ്റ്റ്യനാണ്. എങ്ങനെ ചെയ്യുന്നു നോക്കാം. 1-ൻ്റെ 100% പ്ലസ് 100-ൻ്റെ 1%, 50-ൻ്റെ 10% പ്ലസ് 10-ൻ്റെ 50%. നമ്മൾ നേരത്തെ ഇതുപോലൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു 50-ൻ്റെ 48% എടുക്കുന്നതും 48-ൻ്റെ 50% എടുക്കുന്നതും തുല്യമാണ്. 30-ൻ്റെ 20% എടുക്കുന്നതും 20-ൻ്റെ 30% എടുക്കുന്നതും തുല്യമാണ്. 40-ൻ്റെ 50% എടുക്കുന്നതും 50-ൻ്റെ 40% എടുക്കുന്നതും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 1-ൻ്റെ 100% എടുക്കുന്നതും 100-ൻ്റെ 1% എടുക്കുന്നതും തുല്യം. അതേപോലെ 50-ൻ്റെ 10% എടുക്കുന്നതും 10-ൻ്റെ 50% എടുക്കുന്നതും തുല്യം. ഓക്കെ അല്ലേ? 50-ൻ്റെ 10% എടുക്കുന്നതും 10-ൻ്റെ 50% എടുക്കുന്നതും തുല്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മളിത് രണ്ടും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഏതേലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് അത് തന്നെ വീണ്ടും കൂട്ടി എഴുതിയാൽ മതി. ശരിയല്ലേ? ഇനി ഏത് കണ്ടുപിടിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാളെ. ഏത് കണ്ടുപിടിക്കും? നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ആ സ്ഥലത്ത് ഏറ്റവും എളുപ്പമുള്ള വഴി കൂടെ അല്ലേ പോവുള്ളൂ. സോ നമുക്കിതിൽ ഏത് കണ്ടുപിടിച്ചാലും മതി. നിങ്ങളൊന്ന് നോക്കിയാളെ, ഒന്ന് നോക്കി. 1-ൻ്റെ 100% എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. അപ്പോൾ 1-ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതേ ആൻസർ തന്നെ ഇവിടെയും വരും. കാരണം രണ്ടും തുല്യമാണ്. 1 കൂട്ടിയാൽ 2. നമ്മുടെ ആൻസർ 2. ഇനി അല്ല, ഇങ്ങനെയല്ല, എനിക്ക് ഇതാണ് കണ്ടുപിടിക്കാൻ എളുപ്പം എന്നാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 100-ൻ്റെ 1%, 100-ൻ്റെ 1% കണ്ടുപിടിക്കാൻ 2 പ്ലേസ് മറച്ചു പിടിച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആൻസർ
1 എന്ന് കിട്ടും. 1% കണ്ടുപിടിക്കാനേ 2 0 മറച്ചു പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ആ 1 തന്നെയല്ലേ ഇപ്പുറത്ത് എഴുതാനുള്ളത്. അപ്പോൾ 1 1 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇതിലേക്ക് വരാം. 50ൻ്റെ 10%. 50ൻ്റെ 10%. രണ്ടും സെയിം ആൻസർ തന്നെയാണ്. 50ൻ്റെ 10%. 10% കണ്ടുപിടിക്കാൻ എൻ്റെ കൂടെ പറഞ്ഞു. 10% കണ്ടുപിടിക്കാൻ ഒരു പ്ലേസ് മറച്ചു പിടിച്ചപ്പോൾ 5 എന്ന് കിട്ടും. പ്ലസ് ഇവിടെയും 5 തന്നെയാണ്. 5 5 10. ഇനി അതല്ല, എനിക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോടൊപ്പവും ഞാനുണ്ട്. 10ൻ്റെ 50%. 50% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പകുതി എടുക്കും. 50% കണ്ടുപിടിക്കാൻ പകുതി എടുക്കും. 10ൻ്റെ പകുതി 5 പ്ലസ് ഇവിടെയും 5, കാരണം 2 തുല്യമാണ്. 5 5 10. നിങ്ങൾ ഏത് വഴി ചെയ്താലും ആൻസർ കിട്ടിക്കോളും, കറക്റ്റായിട്ട് കിട്ടിക്കണം. ഓക്കെ ആണോ? അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ അടുത്ത പരിപാടിയിലോട്ട്. അടുത്ത ടൈപ്പ് ചോദ്യങ്ങളാണ്. അത് നോക്കിയോ. എടാ, 200ൻ്റെ എത്ര ശതമാനമാണ് 50? 200ൻ്റെ എത്ര ശതമാനമാണ് 50? ഇതും നമുക്ക് ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. നമ്മുടെ കുറേ ബേസിക് ഐഡിയ വെച്ചൊക്കെ ചെയ്യാം. എങ്കിലും ഞാൻ സാധാരണയായിട്ട് എക്സ് ഇട്ട് പ്രോബ്ലങ്ങൾ ചെയ്യാൻ ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മൾ എക്സ് ഇട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലം ഒരിക്കലും തെറ്റാതിരിക്കാൻ സഹായിക്കും. കാരണം പല ആളുകളും ഇത് പഠിച്ചു വയ്ക്കാൻ ചില ഷോർട്ട് കട്ട് പഠിക്കാറുണ്ട്. ചെറിയ സംഖ്യ വലിയ സംഖ്യ വെച്ചിട്ടുള്ള ഷോർട്ട് കട്ട് പഠിക്കാറുണ്ട്. പിന്നെ അതേപോലെ തിരിച്ചിട്ട് ചെയ്യുന്നൊരു പരിപാടി പഠിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം ചോദ്യങ്ങൾ തെറ്റാതിരിക്കാൻ ഏറ്റവും നല്ലത് എക്സിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ എങ്ങനെ അത് എക്സിറ്റ് ചെയ്യുമെന്ന് നോക്കാം. 200ൻ്റെ എത്ര ശതമാനമാണ് 50? അപ്പോൾ 200ൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇൻറ്റു എത്രയോ ശതമാനം, അത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് ശതമാനം എന്ന് എഴുതുന്നു. അതാണ് 50 എന്ന്. 200ൻ്റെ എത്രയോ ശതമാനമാണ് 50. ഈ എക്സ് ശതമാനം നമ്മൾ എങ്ങനെ എഴുതൂടെ? എക്സ് ശതമാനം 200 ഇൻറ്റു ഈ എക്സ് ശതമാനം x/100 അല്ലേ, സമം 50. ഓക്കെ അല്ലേ? സമം 50. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇനി നമ്മൾ എന്ത് ചെയ്യും നോക്കി, ഈ 2 0 ഈ 2 0 വെട്ടിപ്പോവില്ലേ? ബാക്കി എന്തൊക്കെയുണ്ട്? 2 ഇൻറ്റു എക്സ് സമം 50. അത് ഈ എക്സ് കണ്ടുപിടിക്കാൻ ഈ 2 അപ്പുറത്തുണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 50 ഡിവൈഡ് ബൈ 2 25. സോ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 25%. 200ൻ്റെ 25%ആണ് 50. ഇത് നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. പക്ഷേ എങ്കിലും അതൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തുടക്കക്കാർക്ക്, ഞാനത് ഈ പഠിപ്പിക്കുന്ന എല്ലാ പ്രോബ്ലവും തുടക്കക്കാർക്ക് കൂടി മനസ്സിലാകണം എന്നുള്ള രീതി പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സ് ഇട്ട് തന്നെ ചെയ്താൽ മതി എന്ന് നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്താൽ എന്തോ, 200ൻ്റെ എത്രയോ ശതമാനമാണ് 50. എത്രയോ ശതമാനം സമം 50 ആണ്. എത്ര ശതമാനം നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് ശതമാനം കൊടുത്തു. അപ്പോൾ 200 ഇൻറ്റു x/100 ആണോ 50 എന്ന് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ 2 അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്ത പരിപാടിയുള്ളൂ. നിങ്ങൾ ഇത് മൊത്തത്തിൽ അപ്പുറത്ത് കൊണ്ടുപോയാലും കുഴപ്പമില്ല, മൊത്തത്തിൽ അപ്പുറത്ത് കൊണ്ടുപോയാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നോക്കി. 200 ഇൻറ്റു x/100 = 50. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ 50 ഇവിടെ ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന അപ്പുറത്ത് മുമ്പ് ഇൻറ്റു ആകും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരണയിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ദെൻ ഈ 200 ഇൻറ്റു ചെയ്തേക്കുന്ന 200 അപ്പുറം പോകുമ്പം ഡിവൈഡ് ആവും. ഈ 2 0 ഈ 2 0 വെട്ടി 2 കൊണ്ട് 50നെ വെട്ടിയാൽ 25. അങ്ങനെ ചെയ്താലും മതി, ഇങ്ങനെ ചെയ്താലും മതി, ഏതായാലും വിഷയമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു. ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം നോക്കിയാണ്. 380ൻ്റെ എത്ര ശതമാനമാണ് 42? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 350ൻ്റെ ഇൻറ്റു എക്സ് ശതമാനമാണ് 42. ഓക്കെ, 350 ഇൻറ്റു, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഷോർട്ട് കട്ട് ഇതിന് ഉപയോഗിക്കാം. ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ വളരെ സമയ ലാഭം തന്നെയാണ്. നേരത്തേക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാകുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല, തെറ്റിപ്പോകത്തില്ല. ഇത് തിരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഞാനിത് എന്തുകൊണ്ടാണ് തിരിഞ്ഞു പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിന് ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന പരിപാടി ഇതാണ്.
ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഷോർട്ട് കട്ട്സ് അത് നല്ല ഷോർട്ട് കട്ടാണ്, പക്ഷേ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിൽ ചെറിയ സംഖ്യയായ 50 കണ്ടോ, ചെറിയ സംഖ്യയായ 50 എഴുതിയിട്ട് അതിനെ 350 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറയും. ഒന്നുകൂടെ പറയാം, ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറയും. ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയും. ഇവിടെയും അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും, ഇവിടെയും കിട്ടും. തൊട്ടടുത്ത ചോദ്യം നമ്മൾ പറയുമ്പോൾ അവിടെ കിട്ടത്തില്ല അങ്ങനെ ചെയ്താൽ. നിങ്ങൾക്ക് മനസ്സിലാവും പറയുമ്പോൾ. നോക്കിയോ, x/100 = 42. ഓക്കെ, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? x = 42. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 100 അപ്പുറത്ത് മുമ്പ് ഇൻറ്റു ആകും. ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്ന ഗുണിച്ചിരിക്കുന്ന 350 താഴെ വരുമ്പോൾ ഇവിടെ വരും. ഈ 0 വെട്ടും. 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 7 5 35, 7 5 35, 6 7 42, 6 7 42, 5ഉം 10ഉം വെട്ടി ഇവിടെ 2, 6 × 2 12% എന്ന് കിട്ടും. അതായത് 350ൻ്റെ 12% 42 കിട്ടും. ഓക്കെ ആണോ? ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ടൈപ്പിൽ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ആ ചോദ്യത്തിന് പ്രാധാന്യമുണ്ട്. എന്തെന്നാൽ ആ ചോദ്യം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റും, പക്ഷെ തെറ്റിപ്പോകും. ചോദ്യം ഇങ്ങനെയാണ്, 8ൻ്റെ എത്ര ശതമാനമാണ് 10? 8ൻ്റെ എത്ര ശതമാനമാണ് 10? ഇപ്പം നമ്മൾ എന്തോ ചെയ്യുന്നത്? 8ൻ്റെ x% 10. 8 × x/100 = 10. അതിൽ നിന്ന് x = 10. ഈ 100 അപ്പുറത്തുകൊണ്ട് ഇൻറ്റു ചെയ്യും, /8. 4 കൊണ്ട് വെട്ടിയാൽ 2 പ്രാവശ്യം ഇവിടെ, 4 കൊണ്ട് 100നെ വെട്ടിയാൽ 25 പ്രാവശ്യം. 4 കൊണ്ട് 8നെ വെട്ടിയാൽ 2, 100നെ വെട്ടിയാൽ 25. 2 കൊണ്ട് 10നെ വെട്ടിയാൽ ഇവിടെ 5. 5 × 5, 5 × 25, 125 എന്ന് വരും. അപ്പോൾ ഇത്രയേ ഉള്ള സംഭവം. 8ൻ്റെ 125% 10. ഇവിടെ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച ഷോർട്ട് കട്ടായ ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ചെയ്യാൻ നോക്കിയാൽ തെറ്റിപ്പോകത്തേ ഉള്ളൂ, നന്നായിട്ട് തെറ്റും. അപ്പോൾ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളോട് തൽക്കാലം എക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. അപ്പോൾ ഇവിടെ 125% എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഡൗട്ട് വരും, എടാ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 100% വരെയല്ലേ നമ്മൾ പഠിച്ചോളൂ, ഈ 125% എന്താ? അങ്ങനെയൊക്കെ ശതമാനം ഉണ്ടോ? ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഓരോ സാധനങ്ങളുടെയും വില 200%-ലധികം വർദ്ധിച്ചു, 300%-ലധികം വർദ്ധിച്ചു, ടാക്സ് 500% കൂടി, 150% കൂടി എന്നൊക്കെ. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ സംഖ്യയെക്കാളും കൂടി വരുന്നത് രീതിയാണ് നമ്മൾ ശതമാനം കൂടുന്ന രീതി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 50 രൂപയുണ്ടെന്ന് കരുതുക. അതിൻ്റെ 100% 50 തന്നെയാണ്. എന്നാൽ അതിൻ്റെ 200% അതിൻ്റെ ഇരട്ടി 100, അതിൻ്റെ 300% അതിൻ്റെ 3 ഇരട്ടി 150. ഓക്കെ ആണോ? വേറൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ ഒരു 4 കേക്ക് ഉണ്ടെന്ന് വെച്ചു. എൻ്റെ കയ്യിൽ 4 കേക്ക് ഉണ്ട്. ഓക്കെ, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലുള്ള കേക്കിൻ്റെ 200% ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഇരട്ടി കേക്കുണ്ട്. ഇനി വേറെ ആൾ പറയാണ്, എൻ്റെ കയ്യിലുള്ളതിൻ്റെ 3 ഇരട്ടി കേക്ക്, 3 മടങ്ങ് അല്ലെങ്കിൽ 300% കേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 ഇരട്ടി 12 കേക്ക് ഉണ്ട് എന്നർത്ഥം. ക്ലിയർ ആയോ പറഞ്ഞു? അപ്പോൾ 100% ഉണ്ട്, 200% ഉണ്ട്, 300% ഉണ്ട്, 150% ഉണ്ട്, 125% ഉണ്ട്. നമുക്കതൊക്കെ വഴി ഇങ്ങനെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്തോ വന്നത് 125%. 100ൽ കൂടുതൽ ശതമാനം കാണുമ്പോൾ ഞെട്ടുവോ പേടിക്കുകയോ ഒന്നും വേണ്ട, തെറ്റിയതല്ല, അത് അത്രയും ശതമാനം തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചെയ്തത് എന്താ? 8ൻ്റെ x% 10. നിങ്ങളതൊന്നും അറിഞ്ഞില്ലെങ്കിലും വിഷയമില്ല, നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രം അറിഞ്ഞാൽ മതി. 8ൻ്റെ x% 10, 8 × x/100 = 10 എന്ന എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത പരിപാടി കണ്ടല്ലോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ മാത്രമേ നമുക്ക് എക്സ് ഇടേണ്ടി വരുന്നുള്ളൂ. അത് അങ്ങനെ തന്നെ പഠിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഓക്കെ, ശരി. അത് നമ്മൾ ആ ടൈപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ തൊട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള
ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നത്. മെയിനായിട്ട് എക്സാമിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഈ ടൈപ്പ് തൊട്ടാണ് ആക്ച്വലി ചോദിച്ചു വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്താണ് ചോദ്യം എന്ന് നോക്കാം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിപൊളി കിടുക്കാച്ചി ക്വസ്റ്റ്യൻ, നല്ല ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വട്ടം എക്സാമിന് ചോദിച്ചിട്ടുള്ള ടൈപ്പ്. ഒരു ചെറുക്കൻ പരീക്ഷ എഴുതാൻ പോവാണ്. ആ പയ്യൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവന് പാസ്സാവണമെങ്കിൽ 50% മാർക്ക് വേണം. ഒരു പയ്യൻ അവന് പരീക്ഷ പാസ്സാവണമെങ്കിൽ 50% മാർക്കാണ് വേണ്ടത്. അവൻ എന്ത് ചെയ്തു? 172 മാർക്ക് കിട്ടി. അവൻ വിചാരിച്ച് ജയിച്ചെന്ന്, പക്ഷേ തോറ്റു. കാരണം അവന് 28 മാർക്കിനാണ് തോറ്റു വരുന്നത്. 172 മാർക്ക് കിട്ടിയിട്ടും അവൻ തോറ്റു. എത്ര മാർക്കിൻ്റെ കുറവിൽ തോറ്റു? 28 മാർക്കിൻ്റെ കുറവിൽ തോറ്റു. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ചേടാ അവന് 172 മാർക്കിൻ്റെ കൂടെ ഒരു 28 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ എന്ന് വിചാരിക്കും. ശരിയാണോ അല്ലയോ? അതാ ശരിയാണോ അല്ലയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പലപ്പോഴും എക്സാം എഴുതിയിട്ട് നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഒന്നുകൂടെ ശ്രമിച്ചത് ഒരു 10 മാർക്കും കൂടി കിട്ടിയിരുന്നേനെ, അങ്ങനെ 10 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? കട്ട് ഓഫിനേക്കാൾ 10 മാർക്കും കൂടുതൽ വന്നേനെ, അങ്ങനെയായിരുന്നേൽ ജോലി കിട്ടിയേനെ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെ ഈ ചെറുക്കൻ്റെയും കാര്യം. അവൻ 172 മാർക്ക് കിട്ടി, പക്ഷെ അവൻ ജയിച്ചില്ല, അവൻ തോറ്റുപോയി. എത്ര മാർക്കിന് തോറ്റു? 28 മാർക്കിന് തോറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ മനസ്സിൽ വിചാരിക്കും, എടാ 28 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ, 28 മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ എന്ന് പറഞ്ഞാൽ 172 + 28, 8 2 10, ശിഷ്ടം 1, 7 3 10, ശിഷ്ടം 1 1 2, 200 എന്ന് പറഞ്ഞാൽ 200 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ. 200 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ എന്ന് പറഞ്ഞാൽ ഈ 200 മാർക്കല്ലേ ഇടയിൽ 50%? ശരിയല്ലേ? ഇടയിൽ 200 മാർക്കല്ലേ 50%? എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്രയായിരിക്കും? എപ്പോഴും ആകെ എന്ന് പറയുന്ന 100%ആണ്. 50% 200 എങ്കിൽ 50% 200 നമുക്ക് ഒറ്റയടിക്ക് പറയാം 50ൻ്റെ ഇരട്ടിയാണ് 100%. എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് 200ൻ്റെ ഇരട്ടി 400 ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, എപ്പോഴും ഈ 50% തന്നെ വരത്തില്ലല്ലോ, ചിലപ്പോൾ 13% ഒന്ന് വന്നാൽ എന്ത് ചെയ്യും, 17% ഒന്ന് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് എത്ര ശതമാനമാണോ കിട്ടുന്നത് അതൊരു വിഷയമേ അല്ല. നിങ്ങൾക്ക് എത്ര ശതമാനം കിട്ടിയാലും അതിൽ നിങ്ങൾ 1% കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞിരുന്ന ഐഡിയ നോക്കുക. 50% 200 ആണെങ്കിൽ 1% എന്ന് പറയുന്നത് 200/50, ശരിയല്ലേ? അവിടെ 50 പേർക്ക് 200 ചപ്പാത്തി എങ്കിൽ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ 200/50. 50 പേർക്ക് 200 പൊറോട്ട എങ്കിൽ ഒരാൾക്ക് എത്ര പൊറോട്ട കിട്ടുമെന്ന് അറിയാനായിട്ട് 200/50 എടുത്താൽ പോരെ. എങ്കിൽ 50% 200 എങ്കിൽ 1% 200/50. അതിൽ നിന്ന് 100% കണ്ടുപിടിക്കാൻ 200/50 1%-നെ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചാൽ മതി, പരിപാടി തീർന്നു. ഇതാ 50 100 വെട്ടി 2 2 × 200 400 എന്ന ആൻസർ കിട്ടും. നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആൻസർ പറയാൻ പറ്റും. എങ്ങനെയാണ്? 172 മാർക്ക് കിട്ടിയപ്പോൾ അവൻ സന്തോഷിച്ചില്ല, കാരണം അവൻ തോറ്റു. എത്രയാണ് തോറ്റു? 28 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞ് 28 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ. 200 മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ. അതായത് 50% 200 എങ്കിൽ ഒറ്റയടിക്ക് 100% 400 എന്ന് പറയാം. എങ്കിലും ഞാൻ പറയുന്നു, എപ്പോഴും സിറ്റുവേഷനിൽ 50 തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ 35% വരാം, 17% വരാം. അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ 1% കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്താൽ മതി? ഈ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് 100% കണ്ടുപിടിക്കാൻ × 100 എടുത്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്കതങ്ങ് കിടിലാക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതാ പിടിച്ചോ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതും കൂടെ ചെയ്തങ്ങ് കിടിലാക്കി മനസ്സിലാക്കിയേക്കണം. ഒരു പരീക്ഷ ജയിക്കാൻ 35% മാർക്ക് വേണം. നേരത്തെ 50, ഇപ്പോൾ 35% മാർക്ക് വേണം. ഒരു ചെറുക്കൻ എന്ത് ചെയ്തു? പോയി പരീക്ഷ എഴുതി. അവന് 250 മാർക്ക് കിട്ടി. അവൻ സന്തോഷിച്ചില്ല. അവൻ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണം അവൻ തോറ്റുപോയി. എത്ര മാർക്കിനാണ് തോറ്റേ? 30 മാർക്കിന്. അപ്പോൾ നമ്മൾ എന്തോ ചിന്തിക്കും? ഇങ്ങനെ ചിന്തിക്കും, എടാ പാവം, അവന് 250 മാർക്ക് കിട്ടി, അവനൊരു 30 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ? ജയിച്ച് പണ്ടാരടങ്ങിയാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ശരിയല്ലേ? ഒരു 30 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ 250 മാർക്ക് കിട്ടിയാനെ, അവൻ ജയിച്ചാനെ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കണം. ഈ 250 മാർക്ക് കിട്ടിയാൽ അവൻ ജയിക്കുമായിരുന്നെങ്കിൽ ആ 35% ആ 280. ശരിയല്ലേ? കാരണം 280 മാർക്ക് കിട്ടിയാൽ ജയിക്കാൻ വേണ്ട 35%. അപ്പോൾ ആ 35% 280. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര? ആകെ എന്ന് പറയുന്നത് എപ്പോഴും 100%.
100% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എത്ര ശതമാനമാണ് നമുക്ക് കിട്ടിയെങ്കിലും നമുക്ക് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1% കണ്ടുപിടിക്കാം. 35 പേർക്ക് 200 പൊറോട്ട എങ്കിൽ ഒരാൾക്കുള്ള പൊറോട്ട കണ്ടുപിടിക്കാൻ 280/35 ശരിയല്ലേ? 1% കണ്ടുപിടിക്കാൻ 280/35. നമുക്ക് 1% കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നമുക്ക് വേണ്ട 100%. 100% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 280/35 × 100 ശരിയല്ല? ഇനി 7 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 5 35. ഇപ്പോൾ നമ്മൾ എങ്ങനെ അറിയും 7 വെച്ച് കട്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയും? ചെയ്യാൻ വേറെ ഒരു വഴിയില്ല, നമുക്ക് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഏത് നമ്പർ കൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. കുറേ നാൾ ചെയ്താൽ അത് സെറ്റാവും. 7 കൊണ്ട് ഇവിടെ കട്ട് ചെയ്താൽ എത്ര വരും? 4 7 28 പിന്നെ ഒരു 0 40. ഒന്നുകൂടെ പറയുന്നു, 7 കൊണ്ട് 35 കട്ട് ചെയ്യുമ്പോൾ 7 5 35, 4 7 28, 4 0 40. 5 കൊണ്ട് 100 വെട്ടിയാൽ 20. ബാക്കി 2 × 4 8, 2 × 4 8 × 2 0 800. സോ പരീക്ഷ മൊത്തം നടന്നത് 800 മാർക്കിനാണ്. അതിൽ 35 വേണമായിരുന്നു. 35 കിട്ടാൻ 30 മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു. ആ പോയിന്റിൽ നിന്നാണ് നമ്മളതിനെ തൂക്കി അടിച്ചത് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ.